ശ്രീ ഡൊമിനിക്, ഇപ്പോൾ താങ്കളൊരു MNC ലൈക്ക് കമ്പനി വിട്ടിട്ട് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ അതിന് ബസ് സ്റ്റോപ്പ് എന്നാണ് പേരിട്ടത്. ആ പേരിൽ തന്നെ താങ്കൾ സെല്ല് ചെയ്യുന്ന ചില സംഗതികളുണ്ട്. ആ തരത്തിൽ ഇപ്പോൾ ആളുകളെ ക്യാച്ച് ചെയ്യണം, പിടിക്കണം. അതിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏത് പ്രോഡക്റ്റിനെ സംബന്ധിച്ചും ഏത് സർവീസിനെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. ഇപ്പോൾ കേരള ബ്രാൻഡ് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ കാലത്ത് അത് ഏത് നിലയ്ക്കൊക്കെ പ്രസക്തമാണ്? നമുക്ക് എങ്ങനെയൊക്കെ അത് നടപ്പാക്കാൻ കഴിയും? കേരള ബ്രാൻഡ് സർക്കാർ മുന്നോട്ട് വെച്ചത് വളരെ നല്ല ആശയമാണ്. സത്യത്തിൽ കേരള ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളതിനെ നോക്കിക്കാണുന്നത് കേരളത്തിലെ ബിസിനസ്സുകൾക്ക് ഒരു കവചയും ഒരു ആഭരണവുമാണ് യഥാർത്ഥത്തിൽ ഈ കേരള ബ്രാൻഡ് നൽകുന്നത്. കവചം എന്ന് ഞാൻ പറയുന്നത് കേരളത്തിൽ ഉള്ള നിരവധിയായുള്ള ചെറുകിട ബിസിനസ്സുകൾ, MSME, SME പോലുള്ള ബിസിനസ്സുകൾക്ക്, ആ ബിസിനസ്സുകൾ തുടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയൊരു ബ്രാൻഡിൻ്റെയോ വലിയൊരു മാനുഫാക്ചറിങ് കപ്പാസിറ്റിയോ ഒന്നും ചിലപ്പോൾ കാണില്ല. ചിലപ്പോൾ ചെറുകിട കൊച്ചു സംരംഭമായിട്ടായിരിക്കും തുടങ്ങുന്നത്. അത്തരം ബ്രാൻഡുകൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു എൻഡോഴ്സ്മെൻറ്റ് വരുമ്പോൾ, ഇതൊരു എൻഡോഴ്സ്മെൻറ്റ് ബ്രാൻഡാണ്. നമ്മളിപ്പോൾ നെസ്ലെ കിറ്റ്കാറ്റ് എന്ന് പറയുന്ന പോലെ, നെസ്ലെയാണ് കിറ്റ്കാറ്റിനെ എൻഡോസ് ചെയ്യുമെന്ന് പറയുന്ന പോലെ ഇവിടെ ഗവൺമെൻറ് ഇതിനെ എൻഡോസ് ചെയ്യുക. ഈ ബ്രാൻഡിനെ എൻഡോസ് ചെയ്യുമ്പോൾ ആ ബ്രാൻഡിന് കിട്ടുന്ന ഒരു കവചം അതാണുള്ളത്. പിന്നെ ഒപ്പം ആ ബ്രാൻഡ് ഈ എന്താണ് സത്യത്തിൽ കേരള ബ്രാൻഡ് ഈ ലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരള ബ്രാൻഡ് ഇവർ വെച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രകാരം നോക്കുകയാണെങ്കിൽ അതിൻ്റെ പേര് തന്നെ നന്മയെന്നാണ്. അതെ. അപ്പോൾ അതിൽ ഒത്തിരി, ഇപ്പോൾ ഇവിടെ എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒത്തിരി എത്തിക്കലായിട്ടുള്ള പോളിസീസ് അവർ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിൽക്കുന്നത് ഒരു നല്ല പ്രൊഡക്റ്റിന് അപ്പുറം അത് നന്നായാണ് മാനുഫാക്ചർ ചെയ്യുന്നത് കൂടിയാണ്. അതാണ് കേരള ബ്രാൻഡ്. ഞാൻ ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിടത്തോളം കേരള ബ്രാൻഡിന്റെ പിന്നിൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും പാലിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നം. ആ രീതിയിൽ തന്നെ കാണുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരള ബ്രാൻഡ് സത്യത്തിൽ കേരളത്തിലെ MSME ചെറുകിട ബിസിനസ്സുകാർക്ക് ഒരു കവചവും അതിനൊരു ആഭരണമാണ്. ആഭരണം എന്ന് പറയുമ്പോൾ അതിനൊരു ഓർണമെന്റേഷൻ ആ ബ്രാൻഡിങ്ങിലൂടെ കൊണ്ടുവരികയും അത് ആ ബ്രാൻഡിനെ ഒത്തിരി ആകർഷകമാക്കുകയും ചെയ്യും എന്നുള്ളതാണ് കരുതുന്നത്.